സന്തോഷിച്ച് കണ്ട് നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കണ്ട് ടൂർ വന്നതാണ്. പക്ഷെ തിരിച്ചു പോകുന്നതാ ജീവനില്ലാത്ത ശരീരമായിട്ട്. ഭംഗി ജമ്പിങ്ങിനിടെ നടന്നിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ് ഈ ഒരു ആക്സിഡന്റ്. അഥവാ അവള് ഈ ഒരു സംഭവത്തിൽ ഇവിടെ കയറി. ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ധൈര്യം, ഒരേ മനസ്സിനെ ഒരേ മനക്കട്ടി ഇതൊക്കെ വേണം ഈ ഒരു സംഭവത്തിലൂടെ കയറുമ്പോൾ. ഇതെന്ന് പറയുമ്പോൾ ആ ഒരു സാധനം വന്നുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറക്കാണ്ട് പോവുകയാണ്. ആ 2 ബെൽറ്റ് ആണ് നമ്മുടെ പിന്നെയുള്ള നമ്മുടെ സുരക്ഷ. പക്ഷെ എല്ലാ മനുഷ്യന്മാരുടെയും ശരീരം ഒരുപോലെ ശരീരങ്ങളായിരിക്കില്ലല്ലോ. ചിലപ്പോൾ ചെറുത് എന്തെങ്കിലുമൊക്കെ ഒന്നുകൊണ്ട് തട്ടിയാൽ മാത്രം മതി, അവരുടെ മർമ്മത്തിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് തട്ടും. നമ്മുടെ ശരീരത്തിലെ പകുതി ഭാഗങ്ങളും ഓരോരോ മർമ്മങ്ങളാണ്. അപ്പൊ ഇതേമാതിരിയുള്ള ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മുടെ ശരീരം മൊത്തമായിട്ട് അങ്ങോട്ട് ഇളകണം. അങ്ങനെ എന്തോ ഒന്ന് സംഭവിച്ചതാണ് ഈ ഒരു സ്ത്രീക്ക്. സംഭവിച്ചും ചെയ്തു. ആ സ്ത്രീ എന്ത് ചെയ്ത് സെക്കൻഡുകൾ കൊണ്ട് മരണപ്പെട്ടും ചെയ്തു. അപ്പൊ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് ആൾക്കാർ ടൂറൊക്കെ പോയിക്കാണ്ട് ഇതേമാതിരി സംഭവങ്ങൾ എന്ത് ചെയ്യണതാണ്, എല്ലാവരും പോയിക്കാണ്ട് എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷെ മാക്സിമം ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ്. ഇപ്പൊ എത്ര തന്നെ ധൈര്യമുള്ള ആൾക്കാരായിക്കോട്ടെ, ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോവാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്റെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റും എന്നുള്ള ശക്തിയോട് കൂടി ചിലപ്പോൾ ഇതിമക്കാട് കയറി ചെല്ലുമ്പോൾ നമ്മൾ പള്ളാണ്ട് കാണും, നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പറ്റില്ല. അപ്പൊ നമ്മളുടെ ശരീരം നമ്മളാണ് നോക്കേണ്ടത്. പല ആൾക്കാരും ബാക്കിൽ നിന്നാണ് പുഷ് ചെയ്ത് കാണാൻ തള്ളി വിടാണ്ടാവും. അവിടെ കയറി വന്ന ആൾക്കാരും ഇതിന് വേണ്ടിയിട്ട് പൈസക്കും വേണ്ടിയിട്ട് അവിടെ ഈ ഒരു പരിപാടി നടത്തിയ ആൾക്കാരൊക്കെ പറയും അടിപൊളിയാണ്, സൂപ്പറാണ്, ഒരു വട്ടം ഒന്ന് കയറി എൻജോയ് ചെയ്ത് നോക്കി, അപ്പൊ ഇങ്ങനെ പേടി മാറും എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതിന് പുഷ് ചെയ്യാനൊക്കെ ഉണ്ടാവും. പക്ഷെ കേൾക്കാൻ നിൽക്കണ്ട, ഓരോ പുഷിങ് ഒരു പക്ഷെ നിങ്ങളെ മരണത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് എൻജോയ്മെന്റുകൾ ചെയ്യാൻ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്, വേറെ എത്രയോ സംഭവങ്ങളുണ്ട്. അതിലേക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഭാഗങ്ങളിൽ പോയി കടം ചെയ്യുക, നമ്മൾ എൻജോയ് ചെയ്യുക. അതിലൊരു സമാധാനം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിയോട് കൂടിയിട്ടാണ് പോണത്. മനസ്സിലായില്ല? പേടിയോട് കൂടിയിട്ടാണ് പോകണം. ഇതുമ്പോൾ കയറിക്കാൻ ഒന്നും സംഭവിക്കാതെ ഇറങ്ങി വന്നുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതേമാതിരിയൊക്കെ ഒന്നും സംഭവിച്ചു പോയാലോ ആർക്കവിടെ നഷ്ടം. ഇപ്പൊ പല സംഭവങ്ങളും പല അപകടങ്ങളും ഇതിലൂടെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ടൂറൊക്കെ പോകുമ്പോൾ സേഫ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് മാത്രം എന്ത് ചെയ്യുക, കയറി ചെല്ലുക. ഇതുപോലെയുള്ള അപകടങ്ങളിലേക്ക് പോവാതിരിക്കുക.